ഇന്ന് നമുക്ക് കിട്ടിക്കുന്നത് റോഡിൻ്റെ ഒരു മൈക്കാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സാധനം വർക്ക് ചെയ്യുന്നില്ല. റോഡ് തന്നെയല്ലേ പറയുക, എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല. ഇത് ചാർജ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനത്തിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തും. പക്ഷേ ചാർജ് നൂരി കഴിഞ്ഞാൽ പവർ ബട്ടൺ വെച്ചാൽ യാതൊരുവിധ റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം അയക്കണത്. അപ്പോൾ ഇതിൻ്റെ ഡിസംബ്ലിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കുന്ന സമയത്ത് ഇതിൻ്റെ മേളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ് വരുന്നത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന് സ്ക്രൂവോ കാര്യങ്ങളോ ഇല്ല. അത് ജസ്റ്റ് നമ്മൾ വന്ന് ഹീറ്റ് ചെയ്യുകയോ അല്ലെ ഫാൾക്കനോ കാര്യങ്ങളോ അടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് തരും. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാറ്ററിക്ക് ചാർജ് ഉണ്ട്, തീരെ ഇല്ലാണ്ടില്ല, പക്ഷേ ചാർജ് ഉണ്ട്. എന്നതിന് ശേഷം ഞാൻ വെറുതെ ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറേ സ്ഥലത്ത് ചെക്ക് ചെയ്ത് ഇത് മറ്റേ ബോർഡ് പുറത്തെടുക്കേണ്ട എങ്ങനെയാണെന്ന് ഡിസംബിൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ബാറ്ററി മാറ്റുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അധികം അതിന് കുത്തിത്തിരിയാൻ നിന്നില്ല. പക്ഷേ ഒരു സെക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു കപ്പാസിറ്റർ അവിടെ ഷോർട്ട് കാണിച്ചു. അപ്പോൾ സ്കീമാറ്റിക്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കല്ലി വലിയ എന്തേ ആട്ടെ ചില കപ്പാസിറ്റർ മെല്ലെ തൊട്ടപ്പോൾ തന്നെ സാധനം കയ്യിലേക്ക് പോകുന്നു. എന്നതിന് ശേഷം ഞാൻ വെറുതെ ആ ബാറ്ററി റീഫിക്സ് ചെയ്ത സമയത്ത് സാധനം, അതായത് ഈ സാധനം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഐ മീൻ ലൈറ്റ് നേരത്തെ ചാർജ് കണ്ട് ചെയ്താൽ മാത്രമേ ലൈറ്റ് കത്താറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ബാറ്ററി ഇട്ടപ്പം ജസ്റ്റ് ലൈറ്റ് കത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉറപ്പായപ്പോൾ ചാർജ് വളരെ കുറവായതുകൊണ്ടായിരിക്കും മേ ബി ആ ഫുള്ളായിട്ട് ഓൺ ആവാത്തത്. നേരത്തെ തീരെ റെസ്പോണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബാറ്ററി ബൂസ്റ്റ് ചെയ്യാലോ എന്നുള്ള ഇതിൽ ഇതൊരു ക്ലിപ്പാണ്. ഇത് ചില ആൾക്കാർക്ക് അറിയാതെ എങ്ങനെ ഊരണ്ടെന്നുള്ള ഈ വൈറ്റ് കണ്ടറിൻ്റെ മേളിൽ ജസ്റ്റ് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വയർ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും മറ്റേ കണക്ഷൻ ആയാലും നമുക്ക് വലിച്ച് പുറത്തേക്ക് എടുക്കാം. എന്നതിന് ശേഷം ഞാൻ നേരെ സാധനം എന്ത് ചെയ്ത് ബൂസ്റ്റിങ്ങിലിട്ട്, അപ്പോൾ ആ സാധനം ബൂസ്റ്റിങ്ങിലിട്ട് എന്നതിന് ശേഷം സാധനം തിരിച്ച് അതേപോലെ തന്നെ ആ ക്ലിപ്പിൽ അതേപോലെ തന്നെ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം എന്തായി അവിടെ കുടുങ്ങി ലോക്കായിട്ട് നിൽക്കും. അത് കറക്റ്റ് എനിക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ അയ്യാ റിമൂവ് ചെയ്ത കപ്പാസിറ്ററുള്ള ആ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ട് സൈഡും എന്താണ് കണക്ഷനാണ്. ഒരു സൈഡ് നോർമലി ഗ്രൗണ്ട്, ഒരു സൈഡ് കണക്ഷനാണ് വരാറ്. പക്ഷേ ഇത് നോക്കുമ്പോൾ രണ്ട് സൈഡും കണക്ഷനാണ്. അപ്പോൾ ആ റിമൂവ് ചെയ്ത കപ്പാസിറ്റർ എന്തായാലും ഷോർട്ട്. അപ്പോൾ ആ സെയിം സൈസുള്ളൊരു കപ്പാസിറ്റർ ഞാൻ ഒരു ബോർഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തപ്പി ആ സെയിം സൈസുള്ളൊരു സാധനം നോക്കിയിട്ട് എടുത്ത്, ഏത് സെക്ഷനൊന്നും ഞാൻ നോക്കിയില്ല, പക്ഷേ ആ സെയിം സൈസുള്ളൊരു കപ്പാസിറ്റർ എടുത്ത്. കാരണം ഇത് ഏത് സെക്ഷനിലാണ് ഇത് കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ബോർഡിൻ്റെ മുകളിൽ ആ സെയിം സെക്ഷനിൽ നോക്കിയെടുത്ത് ബോർഡ് എന്ത് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഹീറ്റ് അടിച്ചിട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയൺ കൊണ്ട് തന്നെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ആ കപ്പാസിറ്റർ അവിടെ റീഫിക്സ് ചെയ്ത്, അതായത് വേറെ കപ്പാസിറ്ററാണ് കേട്ടോ വെച്ചാൽ ആ പഴയ കപ്പാസിറ്റർ കേട്ടോ. എന്നിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം തന്നെ സാധനം ഓണാക്കിയപ്പോൾ തന്നെ സാധനം എന്ത് റെസ്പോണ്ട് ചെയ്ത് സാധനം ഫുള്ള് ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഫുള്ള് വർക്കായി. ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബയോയിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.